ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മയോണൈസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പേടിയായിരിക്കും. കാരണം എന്താ, നല്ല ഓയിൽ കണ്ടൻ്റ് ആയിട്ടാണ് നമുക്ക് സാധാരണ നമ്മൾ മുട്ടയും ഓയിലൊക്കെ വെച്ചിട്ട് മയോണൈസ് റെഡിയാക്കി എടുക്കാറ്. എന്നാൽ ഈ ഒരു റെസിപ്പിയിൽ ഒരു തുള്ളി ഓയിലോ കോഴിമുട്ട ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് പാല് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. കാരണം ആ ഒരു പാല് തിളച്ച് വരുന്ന സമയത്ത് അറിയാലോ, മുകൾ ഭാഗത്ത് ഒരു കോട്ടിംഗ് ആയിട്ടൊരു പാട കെട്ടിയ പോലെ നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിൽ വരാതിരിക്കാനാണ് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ പാലിപ്പോൾ നന്നായി തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിപ്പോൾ വിനീഗർ ഉണ്ടല്ലോ, സുർക്കയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് പകരം നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്താലും മതി. ആ ഒരു സെയിം അളവിൽ തന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 500 ml പാലിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, വിനീഗർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ പാല് പിരിഞ്ഞ് വരാൻ തുടങ്ങും. ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കുക. പിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓഫാക്കി കൊടുക്കണം. അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ടുള്ളത് ഞാൻ അതിലേക്ക് തന്നെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. അതിലെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം അതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ആ വെള്ളം കളയരുത് കേട്ടോ. അത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 1 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി കുഞ്ഞു വെളുത്തുള്ളിയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കുക. ഇനി അതിൻ്റെ കൂടെ പുളിക്ക് വേണ്ടിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ ആദ്യം പിരിച്ചെടുത്തപ്പോൾ തന്നെ സുർക്ക ഒഴിച്ചിട്ടുള്ള ആക്കിയത്. അപ്പോൾ ആ ഒരു പുളിപ്പന്നെ ഉണ്ടാകും. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ നിന്നും 2 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം വെള്ളത്തിൽ നിന്ന് തന്നെ 3 ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു 1-2 മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കറക്റ്റായിട്ടുള്ള ആ ഒരു മയോണൈസിൻ്റെ സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് മയോണൈസ് കഴിക്കാൻ കണ്ടല്ലോ. അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് മാറും. വേണ്ടല്ലോ, ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി. അപ്പോൾ ലൂസ് ആവാതെ ശ്രദ്ധിക്കുക. ഓവർ ടൈറ്റും ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. മയോണൈസ് ആയാലും ചെറിയൊരു ലൂസോട് കൂടിയിട്ടാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. കണ്ടല്ലോ, ഇതിപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ടെൻഷനും ഇല്ലാതെ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ മയോണൈസ് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം. ഒരു നോൺ ഹെൽത്തിയോ അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ.